പാലിയേറ്റീവിലാണ് ഉള്ളത്. നമ്മുടെ പാലിയം ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഈ മാസം 7-ാം തീയതി നടക്കണം. അപ്പൊ അതിന്റെ പത്രസമ്മേളനവുമായിട്ട് പാലിയേറ്റീവിന്റെ പ്രതിനിധികളുണ്ട്. സാദിഖ് പറമ്പിൽ, ജോയിയേട്ടൻ, അലി കരുവാണ്ട്, മൻസൂർ മാഷ്, മജീദ് മാഷ് പോലത്തെ ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പത്രസമ്മേളനം നടക്കുന്നത്. നമുക്കറിയാം പാലിയേറ്റീവ് തന്നെ 1400-ന്റെ മുകളിൽ രോഗികളുള്ള ഈ ഒരു സമയത്താണ് പാലിയേറ്റീവ് ഡയാലിസിസ് സെന്റർ 5 മെഷീനോട് കൂടി പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടന കർമ്മം 7-ാം തീയതി നടക്കുകയാണ്. 7-ാം തീയതി 4 മണിക്കാണ് ഉദ്ഘാടനം. പക്ഷെ 10 മണിക്ക് തന്നെ ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പത്രസമ്മേളനത്തിന്റെ വിവരങ്ങൾ നമുക്ക് അതിലൂടെ കേൾക്കാം, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് അവർ തന്നെ. നമ്മുടെ നാട് കാത്തിരുന്ന ആ ഒരു ദിവസം ഈ വരുന്ന മെയ് 7-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് കരുവാരകുണ്ട് പാലിയേറ്റീവിന് കീഴിൽ തുടങ്ങാൻ പോകുന്ന ഡയാലിസിസ് സെന്റർ, പാലിയം ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ നമ്മുടെ MLA AP അനിൽകുമാർ സാർ നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ, ഡോക്ടർ ഇദ്രീസ്, തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് മുഖ്യാതിഥിയായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മു, അതുപോലെ തന്നെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ടീച്ചർ, മറ്റു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങൾ, കരുവാരകുണ്ടിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ എല്ലാവരും തന്നെ ഈ ഉദ്ഘാടന സുദിനത്തിൽ പങ്കെടുക്കുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ മെയ്യിലാണ് നമ്മൾ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മെയ് 25-ാം തീയതി കൂടിയ ഒരു സ്വാഗത സംഘത്തിലാണ് നമ്മൾ ഇത്തരം ഒരു തീരുമാനമെടുത്തത്. അന്ന് നമ്മൾ കരുവാരകുണ്ടിലെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ഒരു വർഷത്തിനുള്ളിൽ ന്റെ കീഴിൽ തുടങ്ങാൻ പോകുന്ന ഈ ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിക്കുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഈ മെയ് 7-ാം തീയതി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. 5 മെഷീനാണ് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാൻ പോകുമ്പോഴുള്ളത്. ഒരു മെഷീനും കൂടി വരാനുണ്ട്. മറ്റു സാധന സാമഗ്രികളൊക്കെ ഏകദേശം 3 പീസ് ലൈന് നമുക്ക് ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു കുറച്ച് സാങ്കേതികമായ കുറച്ച് പേപ്പേഴ്സുകളൊക്കെ റെഡിയാകാനുണ്ട്. ഉദ്ഘാടന കർമ്മം കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇത് മൊത്തത്തിൽ ഒന്ന് സ്റ്റാർട്ടാകുക. ഇതുമായി സഹകരിച്ച കരുവാരകുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ധാരാളമായി ഈ വൃക്ക സംബന്ധമായ രോഗത്താൽ പ്രയാസപ്പെടുന്ന ആളുകളെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ നിസ്സഹായാവസ്ഥയും പ്രയാസങ്ങളും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുജനങ്ങളുടെ താല്പര്യപ്രകാരം കരുവാരകുണ്ടിൽ സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുകയും അതിന് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തന്നെ നേതൃത്വം കൊടുക്കണം എന്ന് ജനങ്ങളുടെ അഭിലാഷം പരിഗണിച്ചുകൊണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്തു. ഏതായാലും ഈ വരുന്ന 7-ാം തീയതി അത് യാഥാർത്ഥ്യമാവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്യുന്നു. തണൽ ചാരിറ്റബിൾ സൊസൈറ്റി, കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ഇദ്രീസ് ആണ് ഈ പരിപാടിയിൽ നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. നമുക്ക് 3 ഡയാലിസിസ് മെഷീൻ സൗജന്യമായി നൽകുന്നത് തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. മാത്രമല്ല, ഇതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ടെക്നിക്കൽ ഗൈഡ് ലൈനും നമുക്ക് നൽകുന്നത് തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിലവില് കരുവാരകുണ്ടില് 26ഓളം വൃക്ക രോഗികൾക്ക് പാലിയേറ്റീവിന്റെ കീഴിൽ ഡയാലിസിസ് കിറ്റ് നൽകി വരുന്നുണ്ട്.
വിവിധ ആശുപത്രികളിലെ ഡയാലിസിസ് സെന്ററുകളിൽ അവർ ഡയാലിസിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രോഗികൾക്ക് പുറമെ സൗജന്യ നിരക്കിൽ തന്നെ ഡയാലിസിസ് കിട്ടേണ്ട അർഹരായ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ വേറെയുമുണ്ട്. ഇവരെല്ലാം ഉൾക്കൊള്ളാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കുകയില്ലെങ്കിൽ പോലും ഭാവിയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ യൂണിറ്റ് വിപുലീകരിക്കുവാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് 5 മെഷീനാണുള്ളത്. 12 മെഷീൻ വരെ വെച്ച് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സുമനസ്സുകളായ ആളുകളോട് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, ഏതാണ്ട് 1.5 കോടിയുടെ പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് നമുക്ക് ഈ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ചെലവാണ്. ഇനി ഈ സ്ഥാപനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രതിദിനം 15,000 രൂപ എന്ന നിരക്കിൽ നമുക്ക് ചെലവ് വരും. ഭാരിച്ച ഈ സാമ്പത്തിക ഉത്തരവാദിത്വം നേരത്തെ തന്നെ ബഹുജനങ്ങളുടെ സഹായവും സഹകരണവും മാത്രം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന്, പാലിയേറ്റീവ് സംവിധാനത്തിന് 3.5 ലക്ഷം രൂപ പ്രതിമാസം ചെലവ് വരുന്നുണ്ട്. അതിന്റെ കൂടെയാണ് അതുപോലെ ഒരു 4 ലക്ഷം രൂപയുടെ ചെലവ് പ്രതിമാസം ഈ ഡയാലിസിസ് സെന്റർ കൂടി വരുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ സുമനസ്സുകളായ ആളുകളുടെ പരിപൂർണ സഹകരണം ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് 4 മണിക്കാണെങ്കിലും അന്ന് രാവിലെ 10 മണി മുതൽ ഇവിടെ വിപുലമായ പരിപാടികൾ ആരംഭിക്കുകയാണ്. കാരണം ഈ പാലിയേറ്റീവിന് ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് രോഗികൾ നമുക്കുണ്ട്, ഈ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരുടെ സന്തോഷത്തിൽ കൂടി നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് അവർ കുറച്ചൊക്കെ ആ സങ്കടങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്ന് മുതൽ കുറെ കലാപരിപാടികളൊക്കെ വെച്ചിട്ട് അവരുടെ ആ വേദനകൾക്ക് ഒരു അറുതി വരുത്തുക എന്നുള്ളൊരു നല്ല ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ 10 മണിക്ക് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അന്ന് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ രോഗികൾക്കും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പാലിയേറ്റീവിന്റെ വകയായിട്ട്. അതുപോലെ തന്നെ അവരുടെ കൂടെ വരുന്ന കുടുംബാംഗങ്ങൾക്കും നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു പാലിയേറ്റീവിന്റെ ഉദ്ഘാടനം ഒരു ആഘോഷമല്ല എങ്കിൽ പോലും നമ്മൾ ഒരു ആഘോഷമായ രീതിയിൽ തന്നെ മാറ്റിയെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമാപനം നടത്തിയിരുന്നു. പരിശിലെ അനിത ചികിത്സാ സഹായ സമിതി, അതേപോലെ തന്നെ കിഴക്കത്തലയിലെ ഈഷ യുവാന ചികിത്സാ സഹായ സമിതി, ഇവരുടെയൊക്കെ ചികിത്സ കഴിഞ്ഞ് മിച്ചം വന്ന തുകയിൽ ഏകദേശം 60 ലക്ഷം രൂപയോളം മിച്ചമുള്ള തുക ഉപയോഗിച്ചാണ് നമ്മളെ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കീഴിൽ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങാനുള്ള ആശയം വന്നത്. അതിന്റെ ആദ്യ ഫണ്ട് ഈ 2 ചികിത്സാ സഹായ സമിതികളുടെയും ബാലൻസ് വന്ന തുക ഉപയോഗിക്കേണ്ടത് നാട്ടിലെയും മറുനാട്ടിലെ പ്രവാസ ലോകത്തെയൊക്കെ ആളുകളുടെ അകമഴിഞ്ഞ സഹായത്തോടെയാണ് നമ്മൾ ഇന്ന് ഇത്രയും ഒരു ഫണ്ട് കണ്ടെത്തി ഈ ഡയാലിസിസ് സെന്ററുകളുടെ യാഥാർത്ഥ്യമാക്കുന്നത്. ആ പത്രസമ്മേളനം കണ്ടു, കേട്ടു, വിവരങ്ങൾ അറിഞ്ഞു. നമുക്ക് വീണ്ടും നമ്മൾ പാലിയേറ്റീവിന്റെ വീഡിയോ ഇടുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു സ്കാനർ കൊടുക്കാറുണ്ട്, അക്കൗണ്ട് നമ്പറും കൊടുക്കാറുണ്ട്. ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹായിക്കട്ടെ. സഹായം കൊണ്ടാണ് നമ്മുടെ പാലിയേറ്റീവ് പോലത്തെ സംഭവങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ പാലിയം ഡയാലിസിസ് സെന്ററിനൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് നല്ലൊരു സംഖ്യ, ദിവസം 15,000-20,000 അടുത്ത് നല്ലൊരു സംഖ്യ ചെലവ് വരും. ലക്ഷങ്ങൾ മാസം വേണം ചെലവ്. അപ്പോൾ അതിനുള്ള സംഭാവനകളും പരമാവധി ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക, സ്കാനറൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. കാരണം വെച്ചാൽ ആരെങ്കിലും സഹായിക്കട്ടെ. എന്തായാലും ഇതിന്റെ വിവരങ്ങൾ പിന്നീടുള്ള അതിന്റെ ഉള്ളത്തെ കാര്യങ്ങൾ വിവരങ്ങൾ മെഷീനൊക്കെ നമുക്ക് പിന്നീട് പങ്കുവെക്കാം. എന്തായാലും ഉദ്ഘാടന വേള ഞാൻ കുഴപ്പമൊന്നുമില്ലെങ്കിൽ കവർ ചെയ്യും. ബാക്കി എല്ലാ വിവരങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.